എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എന്നും വീട്ടിലെ വിശേഷങ്ങളല്ലേ പങ്കുവെക്കാറ്. ഇന്ന് ഞാൻ പുറത്ത് ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ഏട്ടന് കുറച്ചൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും സുഖാണ്. പിന്നെ ഇന്ന് ആദ്യം തന്നെ പോയത് പട്ടാമ്പി ബാങ്കിലേക്കാണ്. ബാങ്കിൽ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ ചെന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ പാസ്ബുക്ക് ബാലൻസ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. ആ സിനിമയിലെ ഡയലോഗ് പോലെ തന്നെ പാസ്ബുക്കിലെ ബാലൻസ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിൽ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ പോയ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി ബാങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നേരെ നമ്മൾ പട്ടാമ്പിയിൽ തന്നെ ഷെയ്ക്കൊക്കെ കുടിക്കാൻ ഒന്ന് കയറിയിട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് കുടിക്കാറുള്ളതാണ്. ഇപ്പോൾ ഏട്ടനൊക്കെ വയ്യാതെയായി അങ്ങനെയൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങളങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ല. അപ്പം ഞാൻ ഒരു ഫലൂദയും മോളൊരു ഷെയ്ക്കുമാണ് കുടിച്ചത്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബസ്സിന് ഇനി ഒന്നങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്താൽ ബസ് കിട്ടും. ബസ്സിന് റോഡ് ക്രോസ് ചെയ്യേണ്ടൊന്നും വന്നില്ല. ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ബസ് കിട്ടി. അപ്പോൾ അതിൽ അങ്ങോട്ട് കയറി. എന്താ ഭയങ്കര വെയിലാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ 12 മണി മുതൽ 3:30 വരെയൊക്കെയുള്ള ഒരു വെയിൽ പോലും കളഞ്ഞിട്ടില്ല. മൊത്തം ഞങ്ങൾ കൊണ്ടു കാര്യങ്ങളുണ്ടായിരുന്നു. ഏട്ടൻ ഇവിടെ ഉള്ളത് കാരണം ഭക്ഷണം ഒരുക്കി വെച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴേക്കും സമയം വൈകി. ഞങ്ങൾ കഴിക്കാതെ പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഒരു ഷെയ്ക്ക് കുടിക്കാമെന്ന് വിചാരിച്ചത്. ബാങ്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും 1:30 1:45 കേട്ടോ. പിന്നെ നേരെ ഷെയ്ക്കൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾക്ക് പെരിങ്ങോട് ഞങ്ങളുടെ ഇവിടുത്തെ ബാങ്കിലും ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് മരുന്നുകളും വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെയിലാറിയപ്പോഴേക്കും തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണിത്. ഇന്നലെ പുറത്ത് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. വെയിലെന്ന് വെച്ചാലും പോരാ, ഭയങ്കര വെയിലാണ്. കുടയും കാര്യങ്ങളും വെള്ളവും ഒക്കെ കരുതിയിട്ട് തന്നെയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. ഈ ബേക്കറിയിൽ പോയപ്പോഴും അവിടെയും തിരക്കാണ്. എല്ലാവരും ഉച്ച നേരത്ത് ഷെയ്ക്കിൻ്റെ ഒക്കെ തിരക്കിൽ തന്നെയാണ്. ബസ്സിലൊന്നും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ഉച്ചല്ലേ, ബസ്സിലധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗം ബസ് ഇത് ഇറങ്ങിയ ഉടനത്തെ കാഴ്ചയാണ് കേട്ടോ. ബേക്കറിയിൽ നിന്ന് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചയാണ്. അപ്പം തന്നെ ബസ്സും കിട്ടി. അപ്പം അതിലങ്ങോട്ട് കയറിപ്പോരുകയാണ് ചെയ്തത്. ഇനി ഏട്ടന് 2 ആഴ്ചയും കൂടിയും കഴിഞ്ഞാൽ ചെക്കപ്പിനൊക്കെ പോകേണ്ട സമയമായി. അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വന്നതാണ്. ഇപ്രാവശ്യം ഞാൻ സ്കൂൾ പൂട്ടിയിട്ട് വീട്ടിലേക്കൊന്നും പോയിട്ടേ ഇല്ല. പോവാൻ പറ്റൂല. ഇത് പട്ടാമ്പി പുഴയാണ്. പുഴയിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞൊക്കെ പ്രാവശ്യം ഇതിലും വെള്ളം വറ്റിയിരുന്നു കേട്ടോ. പിന്നെ പുതിയ പാലത്തിൻ്റെ പണിയും നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പുഴയിലും കുറച്ച് വെള്ളം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ വന്ന് ഞങ്ങൾ കൂറ്റനാടാണ് ഇറങ്ങുക. കൂറ്റനാടാണ് ഞാൻ എൻ്റെ സ്കൂട്ടി വയ്ക്കുക. അങ്ങനെ കൂറ്റനാട് ഇറങ്ങും. കൂറ്റനാട് ഇറങ്ങിയിട്ട് ഞങ്ങളെ സ്കൂട്ടി എടുക്കും. സ്കൂട്ടി എടുത്തിട്ട് പിന്നെ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എൻ്റെ ഒരു മരുന്ന് വാങ്ങാൻ, അത് അവരുടെ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനും മോളും കൂടി സ്കൂട്ടി എടുക്കാൻ പോണതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടത്. വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും എന്നെ വെള്ളം തയ്ച്ചു. വെള്ളമൊക്കെ കുടിച്ച് ിട്ടാണ് പിന്നെ ഞങ്ങൾ സ്കൂട്ടി എടുത്ത് തിരിച്ച് വന്ന് ഡോക്ടറെ അടുത്ത് പോയി മരുന്നും വാങ്ങി. പിന്നെ പട്ടാമ്പി പെരിങ്ങോട് ബാങ്കിലും ഒന്ന് പോയി. അങ്ങനെയൊക്കെ ആണ് തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ ഇന്നലത്തെ ഒരു തുള്ളി വെയിൽ പോലും ഞങ്ങൾ മിസ്സാക്കിയിട്ടില്ല. മൊത്തം ഞങ്ങൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ വെയിലത്ത് ഇറങ്ങരുത്, സൂര്യാഘാതം ഏൽക്കും എന്നൊക്കെയല്ലേ പറയാം. പക്ഷെ വീട്ടിലൊക്കെ ഒരുക്കി വെച്ചിട്ട് പിന്നെ ഇറങ്ങുമ്പോഴേക്കും വെയിലാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ 7:30 8 മണിയാകുമ്പോഴേക്കും തന്നെ വെയിലല്ലേ.
അതുകൊണ്ട് പിന്നെ വീട്ടിലത്തൊക്കെ ഒന്ന് സെറ്റാക്കാതെ പോവാനും വയ്യ. പിന്നെ ഏട്ടന് ഇന്നലെ എന്നും മുറിവ് ഡ്രസ്സ് ചെയ്യണം. അപ്പം അതും പോയി വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ പോവുക. അപ്പം അതുകൊണ്ടൊക്കെയാണ് നേരം വൈകിയത്. അപ്പം റോഡൊക്കെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കണു കേട്ടോ. നട്ടുച്ച നേരത്ത് ഞങ്ങളെപ്പോലെ തലയ്ക്ക് ഭ്രാന്തുള്ള ആരും ഉണ്ടാവില്ല. അപ്പോൾ റോഡൊക്കെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മോളോട് പറയുകയാണ് ഒരു സൈഡിൽ തണുപ്പത്ത് നിൽക്കുക എന്നുള്ളത്. വണ്ടി എടുത്ത് വരുന്നത് വരെ വണ്ടി റോഡ് മൊത്തം ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് താമസമാണ്. മൊത്തം റോഡും ഒഴിയണം. അതൊന്നും അല്ല കേട്ടോ, വണ്ടി അവിടെ എത്തിയപ്പോൾ എന്താ അറിയില്ല, സ്റ്റാർട്ട് ആവണില്ല. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അതാപ്പോൾ ഞാൻ നോക്കി നിൽക്കുന്നത്. പിന്നെയാണ് അതൊന്നുകൊണ്ട് സ്റ്റാർട്ടായി. അങ്ങനെ ഞാനും മോളും കൂടി തിരിച്ച് പെരിങ്ങോടെത്തി. അവിടുന്ന് മരുന്ന് വാങ്ങിച്ച് വരികയാണ്. മരുന്ന് വാങ്ങിച്ചു. പിന്നെ പെരിങ്ങോട് ബാങ്കിൽ പോയി. അതും കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് ഉച്ചയുടെ വൈകുന്നേരത്തിൻ്റെ മുന്നുള്ള കുറച്ച് വിശേഷങ്ങൾ, ഉച്ചയ്ക്ക് തന്നെ പറയാം, 12 മണി തൊട്ടിട്ട് 3:30 വരെയൊക്കെയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇത് ബാങ്കിലേക്ക് പോവുകയാണ്. ബാങ്കിൽ പോയി അവിടെ നിന്നും തിരിച്ചു പോന്നു. ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് തന്നെ ചെയ്യാമെന്ന് കരുതി ഓരോ ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇതേപോലെ വീട്ടിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ ഈ സമയമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നിച്ച് പോകുമ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പിന്നെ ഏട്ടൻ പുറത്തൊന്നും പോവാത്ത കാരണം കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കലും ഒക്കെ ഞാനിങ്ങനെ പുറത്തിറങ്ങണ ദിവസമാണ് അത് ചെയ്യുക കേട്ടോ. ഒന്നിച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ മാവേലി പോവും. അല്ലാതെ എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഇതേപോലെ പോകുന്ന അത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ വാങ്ങിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം.